സോ നിങ്ങളൊരു ആപ്പിൾ ഐഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ടതും ഇമ്മീഡിയറ്റ്ലി തന്നെ ചേഞ്ച് ചെയ്യേണ്ടതുമായിട്ടുള്ള iOS 18-ൻ്റെ 15-ലധികം വരുന്ന സെറ്റിങ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് 100% ഉറപ്പാണ് iOS 18 നിങ്ങൾ മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ ഞാൻ പരിചയപ്പെടുന്ന ചില സെറ്റിങ്സ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാകാനേ ചാൻസ് ഇല്ല. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ, അതിപ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക്കിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് ആപ്ലിക്കേഷനിലൂടെയോ യൂട്യൂബിലൂടെയോ പാട്ട് പ്ലേ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഈ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഇതിലെ വീഡിയോ ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂസിക് പോസ് ആകുന്നതായിരിക്കും. ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ്. അത് പക്ഷേ ഫോട്ടോസ് ആപ്പിലാണ് ഓപ്പൺ ആയി വരുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വീഡിയോയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ആ ടൈമിൽ ഇതങ്ങ് പോസ് ആവും. അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് ഐഫോണിലെ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് വീഡിയോസും ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് ചില ട്രിക്കുകളൊക്കെ പ്രീവിയസ്ലി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ്ലി നമുക്ക് അതിനുള്ള സെറ്റിങ്സ് ആപ്പിൾ iOS 18-ൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ ക്യാമറ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോവുക. ഇവിടെ റെക്കോർഡ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അലോ ഓഡിയോ പ്ലേ ബാക്ക് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പോലും നിങ്ങൾക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട്, ഓഡിയോ പ്ലേ ബാക്ക് വിൽ നോട്ട് പോസ് ഓട്ടോമാറ്റിക്കലി വെൻ റെക്കോർഡിംഗ് വീഡിയോ. അതോടൊപ്പം രണ്ടാമത് ഞാൻ സ്റ്റേറ്റ് ചെയ്ത കാര്യം ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഓഡിയോ വിൽ ബി റെക്കോർഡഡ് എലോങ് സൈഡ് വിത്ത് ദ വീഡിയോ. സോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്ലേ ചെയ്യുന്ന ആ ഒരു ഓഡിയോ അല്ലെങ്കിൽ മ്യൂസിക്കും അതിനോടൊപ്പം തന്നെ റെക്കോർഡ് ആകുന്നതായിരിക്കും. പക്ഷേ അതിൽ മോണോയിലായിരിക്കും റെക്കോർഡ് ആകുന്നത്. രണ്ടാമത് യൂസേഴ്സിന് വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ഓപ്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് iOS 18-ലൂടെ ബാറ്ററി സെറ്റിങ്സിലാണ്. ഇവിടെ ചാർജിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് ചാർജിങ് ലിമിറ്റുകൾ പ്രീവിയസ്ലി ഉണ്ടായതിനേക്കാൾ ആപ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 80, 90, 100 എന്ന് പറഞ്ഞ 3 ഓപ്ഷനായിരുന്നു iOS 17 വരെ ഉണ്ടായിരുന്നു. അത് iPhone 15 സീരീസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പം 16 സീരീസിലേക്ക് വന്നപ്പോൾ ഈ രണ്ട് സീരീസിലുള്ള ഡിവൈസുകൾക്കും അഡീഷണൽ 2 ഓപ്ഷൻ കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് 85, 95. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലിമിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഓപ്റ്റിമൈസ് ബാറ്ററി ചാർജിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ ഡിസേബിൾ ആകും. കാരണം ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. 2 ബാറ്ററി ഓപ്റ്റിമൈസ് ചാർജിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനെയാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ അത് എല്ലാ ഡിവൈസിലും iPhone 15-നോ 16-നോ മാത്രമല്ല ഏത് ഡിവൈസിലാണെങ്കിലും ആ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഓപ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളൂടെ നിങ്ങൾ അഡീഷണലി ശ്രദ്ധിക്കണം. അതിലുള്ള കാര്യമാണ് താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇതിൽ ലൊക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനാൽ സിസ്റ്റം സർവീസ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ കാണാം സിസ്റ്റം സർവീസിനകത്ത് പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഡിസേബിൾ ചെയ്യണം എനേബിൾ ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ അതൊന്നും അല്ല പറയാൻ വന്നത്. ഏറ്റവും അവസാനമുള്ള ഈ 2 ഓപ്ഷൻസ് സിസ്റ്റം കസ്റ്റമൈസേഷനും സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസും, ഇത് രണ്ടും നിങ്ങൾ മസ്റ്റായിട്ടും എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഒപ്റ്റിമൈസ് ബാറ്ററി ചാർജിംഗ് എന്ന ഫീച്ചർ പൂർണ്ണമായിട്ടും വർക്ക് ആകത്തുള്ളൂ. ഇതിൽ വന്ന 4ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് iOS 18-ൽ നമുക്ക് ഇനി മുതൽ കീബോർഡിൽ നമ്മളുടെ ഈ ഒരു നോർമൽ കീബോർഡിൽ ബൈലിംഗ്വൽ കീബോർഡ് സപ്പോർട്ട് ആകുന്നതാണ്. അതായത് ഒരേ സെയിം അല്ലെങ്കിൽ സിംഗിൾ കീബോർഡിൽ 2 ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യും. സെറ്റിങ്സിൽ നിങ്ങൾ പോവാം. അതിൻ്റെ ജനറൽസ് ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കീബോർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഏറ്റവും ടോപ്പിലുള്ള കീബോർഡ്സ് ഓപ്ഷനിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ഇവിടെ ഈ ഒരു സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാനാണ്. ജർമ്മനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അതാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് നമുക്ക് ആ ഒരു പുതിയ മാറ്റം കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു പുതിയ കീബോർഡായിട്ട് ഈ ജർമ്മൻ ലാംഗ്വേജിൻ്റെ കീബോർഡിനെ ആഡ് ചെയ്യണോ, അതോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കീബോർഡിൽ തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജ് കീബോർഡ് ആഡ് ചെയ്യണോ എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പേസ് ബാറിൻ്റെ സൈഡിലായിട്ട് ഒരു ഇൻഡിക്കേഷൻ കൊടുത്തേക്കുന്നത് കാണാൻ സാധിക്കും. അതാണ് EN and DE. ജർമ്മൻ എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ ആ രാജ്യത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡോച്ച്ലാൻഡ്. അതുകൊണ്ട് തന്നെയാണ് DE എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇംഗ്ലീഷും ജർമ്മനും കൂടെ ചേർന്നിട്ടുള്ള കീബോർഡാണ് ഈ ഒരു ബൈലിംഗ്വൽ കീബോർഡ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ എനിക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള സജഷൻസ് ആണ് ഇവിടെ വരുന്നത്. എന്നാൽ അതേസമയം ഞാൻ ജർമ്മൻ ലാംഗ്വേജിലാണ് എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യുന്നെങ്കിൽ അതിനുള്ള സജഷൻസ് ഇവിടെ വന്നേക്കുന്നത് കാണാൻ സാധിക്കും. ദസ് ഈസ്റ്റ് വാർ സിന്ത്. സോ അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സിംഗിൾ കീബോർഡിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് iOS 18-ൽ ഇൻ്റർനെറ്റിലുള്ള നമ്മളുടെ ട്രാക്കിങ് കുറയ്ക്കാൻ സാധിക്കുന്ന കുറച്ച് 2-3 ഓപ്ഷൻസ് സെറ്റിങ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് സെറ്റിങ്സിൽ വൈഫൈയുടെ ഓപ്ഷനിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ട സെറ്റിങ്സ് ആണ്. ഇതിൽ നിങ്ങൾ കണക്ട് ചെയ്തേക്കുന്ന വൈഫൈ അതിൻ്റെ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിൽ വൈഫൈ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്കിപ്പം ഫിക്സ്ഡ് ആണ് കിടക്കുന്നെങ്കിൽ അത് നിങ്ങൾ മാറ്റി റൊട്ടേറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ മാക് അഡ്രസ്സാണിത്. ആ മാക് അഡ്രസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ താഴെയുള്ള ലിമിറ്റഡ് IP അഡ്രസ് ട്രാക്കിംഗ് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. സോ ഈ 2 സെറ്റിങ്സും നിങ്ങൾ എനേബിൾ ചെയ്യുക.
ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പിന്നീട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കാരണം നമ്മളുടെ ഫോണിലുള്ള പല കാര്യങ്ങളുടെയും ആക്സസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് നമ്മളുടെ കോൺടാക്ട്സ്, ഫോട്ടോസ്, നമ്മളുടെ പല ഡേറ്റാസ്, ഇതൊക്കെ മറ്റ് തേർഡ് പാർട്ടി അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷൻസ് ആക്സസ് ചെയ്യണോ അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ കോൺടാക്ട്സിൻ്റെ ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസിൽ കോൺടാക്റ്റിൻ്റെ ആക്സസ് കൊടുക്കണം വേണ്ട എന്നുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇവിടെ കാണാം 1100 കോൺടാക്ട്സ് ആണ് എനിക്കുള്ളത്. അതിൽ ഇൻസ്റ്റാഗ്രാമിന് ഏതൊക്കെ ആക്സസ് ലിമിറ്റ് ചെയ്യണോ, കംപ്ലീറ്റ്ലി ഉള്ള ആക്സസ് ഡിനൈ ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ എനിക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ ഡിവൈസിൽ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കലണ്ടർ, ഫോട്ടോസ് ആപ്പിന് നമുക്കറിയാം പല ആപ്ലിക്കേഷൻസും നമ്മളെ ഫോട്ടോസ് ആക്സസ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈവസി സെക്യൂരിറ്റി ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡെഫിനറ്റ്ലി മേക്ക് യൂസ് ഓഫ് ദിസ്. ഇനി നിങ്ങൾ എയർപോഡ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ അതുപോലെ തന്നെ എയർപോഡ്സ് 4th ജനറേഷൻ വിത്ത് ANC, ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ, എയർപോഡ്സിൻ്റെ സെറ്റിംഗ്സിൽ താഴത്തേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കിടിലൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അതാണ് അഡാപ്റ്റീവ് ഓഡിയോ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് അഡാപ്റ്റീവ് ഓഡിയോയുടെ ആ ഒരു ലെവൽ ബാലൻസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻ. ഇവിടെ ഡിഫോൾട്ടായിട്ട് നമുക്ക് അഡാപ്റ്റീവ് ഓഡിയോയുടെ ആ ലെവൽ എങ്ങനെയാണെന്നുള്ളത്, ലെസ് നോയ്സ് വേണോ മോർ നോയ്സ് വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ സാധിക്കും. കാരണം ഈ ഒരു ANC കിക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾക്ക്, എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, ചിലപ്പോൾ അത് വളരെ രൂക്ഷമായിട്ട് നമ്മളെ ചെവിനെ അങ്ങ് അടപ്പിച്ച് കളയും. സോ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ ഒരു മോർ നോയ്സോ അല്ലെങ്കിൽ ലെസ് നോയ്സിലേക്ക് നിങ്ങൾക്ക് ഇട്ടുകൊണ്ട് അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ, ആ ഒരു ഡൈനാമിക്കലി റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സോ അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷനും കൂടെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഹെഡ് ജസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ 2 ഡിവൈസുകളുണ്ട്, എയർപോഡ്സ് 4th ജനറേഷനും എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ സീരീസിലും നിങ്ങൾക്ക് ഹെഡ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന കോളുകൾ നിങ്ങളുടെ എയർപോഡ്സ് ചെവിയിലുണ്ടെങ്കിൽ ഫോൺ എടുക്കാതെ തന്നെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. സോ അതിനുവേണ്ടി അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ താഴേക്കും മേളിലേക്കും ഹെഡ് ഒന്ന് ഷേക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഡിക്ലൈൻ ചെയ്യാൻ സൈഡിലേക്ക് നമ്മൾ ഹെഡ് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി മുതൽ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. കൺട്രോൾസിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് കട്ട്സിൻ്റെ കൺട്രോളിൽ ഓപ്പൺ ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിറ്ററലി ഏത് ആപ്ലിക്കേഷൻസും, ഫസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് റൈറ്റ് ഫ്രം നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മെസ്സേജസ് ആപ്പിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യേണ്ട എന്ത് കാര്യങ്ങളും ഇനി മുതൽ സ്കെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ആ സ്കെഡ്യൂൾ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കത്തില്ല. ജസ്റ്റ് ഈ പ്ലസ് ഐക്കണിൽ ടാപ്പ് ചെയ്യണം. അതിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം സെൻഡ് ലേറ്റർ എന്ന് പറയുന്നത്, ഇതാണ് സ്കെഡ്യൂളർ ഓപ്ഷൻ. ജസ്റ്റ് നിങ്ങൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്ത് ഓപ്ഷൻസും നിങ്ങൾക്ക് ഇങ്ങനെ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് കൊണ്ട് നോക്കുന്നു. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുന്നു. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈമും ഡേറ്റും നമുക്ക് ഇവിടെ തന്നെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കും. ആ ടൈമിനനുസരിച്ച് നിങ്ങൾക്കിപ്പം ബർത്ത്ഡേ അങ്ങനെയുള്ള വിഷുകൾ കാര്യങ്ങളൊക്കെ കൃത്യം ടൈമിൽ ഒരാൾക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഐ മെസ്സേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും സെൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ iOS 18 നിങ്ങൾ ഇവിടെ കാണുന്ന കർസർ കണ്ടല്ലോ, ആ ഒരു നീല വര പോലെ അതിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് വന്നും പോയാണ് നിൽക്കുന്നത്. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ആപ്പിൾ iOS 8 അത് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ സെറ്റിംഗ്സിൽ പോവുക, ആക്സസിബിലിറ്റിയുടെ ഓപ്ഷനിലേക്ക് പോവുക. അവിടെ മോഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഏറ്റവും താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം പ്രിഫർ നോൺ ബ്ലിങ്കിങ് കർസർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മെസ്സേജസ് ആപ്പിലേക്ക് പോയി കഴിഞ്ഞ് ആ ഒരു ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന കാണാം, ബ്ലിങ്ക് ചെയ്യത്തില്ല. ആദ്യം ആപ്പിൾ വാച്ചിലൂടെയാണ് ഈ ഒരു ആക്ഷൻ ബട്ടൺ ആപ്പിൾ ആദ്യം കൊണ്ടുവന്നത്. അതിനുശേഷം iPhone 15 സീരീസിൽ ഇപ്പം 16 സീരീസിലും ആപ്പിൾ ആക്ഷൻ ബട്ടൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ വന്നൊരു കിടലൻ ഫീച്ചറാണ് ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പല ഓപ്ഷൻസും കാണാൻ സാധിക്കും. അതിൽ പുതുതായിട്ട് ആപ്പിൾ കൊണ്ടുവന്നൊരു കാര്യമാണ് ഷസാം. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ ഷസാം യൂസ് ചെയ്യുന്നവരാണ്, അതിപ്പോൾ നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചും കൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾസ്, അതായത് നമ്മളുടെ കൺട്രോൾ സെൻറ്ററിലുള്ള പല കൺട്രോൾസും നമുക്കിവിടെ കൺട്രോളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഫസ്റ്റ് പാർട്ടി തേർഡ് പാർട്ടി നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷൻസിൻ്റെയും കൺട്രോൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. iOS 18 നിങ്ങൾ ആപ്പിൾ മ്യൂസിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പം താഴെയായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് എന്ന് പറയുന്നൊരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈവൻ തോ നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്യാൻ തുടങ്ങിയാലും ആ പോസ്റ്റ് അവിടെ നിന്ന് മാറത്തില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. അതായത് മ്യൂസിക് ഹാപ്റ്റിക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ആപ്പിൾ iOS 8 കൊണ്ടുവന്നുണ്ട്. സോ നിങ്ങൾ സെറ്റിംഗ്സിൽ ആക്സസിബിലിറ്റി ഓപ്ഷനിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഹാപ്റ്റിക് കാണാൻ സാധിക്കും. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ
നമ്മളുടെ മ്യൂസിക് ബീറ്റിനനുസരിച്ച് ഹാപ്റ്റിക് റെസ്പോൺസ് തരുന്നതായിരിക്കും. സോ മ്യൂസിക് ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു വൈബ്രേഷൻ, ഹാപ്റ്റിക് വൈബ്രേഷൻ ഈ ഒരു ഏരിയയിൽ നിന്ന്, ബാക്കിലെ ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നതാണ്. എസ്പെഷ്യലി എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. അവർക്ക് ആ ഒരു സോങ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നതാണ്. iOS 18 സിറി നമുക്കറിയാം വളരെ ഇൻ്റലിജൻ്റ് ആണ്. ആപ്പിൾ സിറിനെ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സിറി എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇൻട്രപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. സോ iOS 18 അതിനൊരു സൊല്യൂഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുവേണ്ടി സെറ്റിംഗ്സിൽ പോവുക, ആക്സസബിലിറ്റിയിൽ പോവുക, ഏറ്റവും താഴെ സിറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സിറിയുടെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ താഴെ നിങ്ങൾ പോകുമ്പം നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, റിക്വയർഡ് സിറി ഫോർ ഇൻട്രപ്ഷൻസ്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറിയുടെ ആ ഒരു കോൺവെർസേഷനെ ഇൻട്രപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ഇതിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞിരിക്കുന്ന സിറി എന്നുള്ള വാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഹേയ് എന്നുള്ള വാക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സിരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നിർത്തുകയും നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്, നമ്മളൊന്നും നേറ്റീവായിട്ടുള്ള ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഇംഗ്ലീഷിലും വ്യത്യാസം ഉണ്ടാകും. സോ ആ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനിൽ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ, ലിസൺ ഫോർ എറ്റിപ്പിക്കൽ സ്പീച്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സിറി നമ്മുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് കോൺവെർസേഷൻ അത് മനസ്സിലാക്കുകയും അത് പഠിക്കുകയും അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമുക്ക് പതുക്കെ സിറി അഡാപ്റ്റ് ചെയ്ത് തരികയും ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് സഫാരി, അതിൽ ആപ്പിൾ കിഡിലൻ ഓപ്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഒരു വെബ് പേജിലൊക്കെ പോകുമ്പം വരുന്ന ഇതുപോലത്തെ ആഡ് പോപ്പുകൾ ഇതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് സഫാരിയുടെ ഈ ഒരു സ്റ്റാറ്റസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഹൈഡ് ഡിസ്ട്രാക്ഷൻ ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രാക്ഷൻസ്, എന്ത് ഡിസ്ട്രാക്ഷൻസും നമുക്ക് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാൻ സാധിക്കും. ഹൈഡ് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ, അത് പെർമനൻ്റ്ലി റിമൂവ് ആക്കുകയല്ല. ഒരു തവണ നിങ്ങൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് തന്നെ നിങ്ങൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തിരികെ വരുന്നതായിരിക്കും. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്യുക, ഹൈഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാഞ്ഞു പോകും. ഇവിടെ ടാപ്പ് ചെയ്യുക, ആ ഹെഡർ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യവും റിമൂവ് ആകുന്നതായിരിക്കും. ഇവിടെ ഈ കാണുന്ന വലിയ ആൾ ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യുക, ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. ലിറ്ററലി ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് iOS 18 നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ഇമീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള സെറ്റിംഗ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ, ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.